നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളം പഞ്ചായത്തിൽ 4-5 വാർഡുകളിലെ കുടിവെള്ള പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം. ടി.എൻ. പ്രതാപൻ നയിക്കുന്ന സ്നേഹ സന്ദേശ യാത്ര മണലൂർ ബ്ലോക്കിൽ 5 പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. പുത്തൻപിടിക ഗവൺമെന്റ് LPU സ്കൂൾ 124ാമത് വാർഷികവും PTA ദിനവും. വാർത്തകൾ വിശദമായി. തളിക്കുളം പഞ്ചായത്തിൽ 4-5 വാർഡുകളിലെ കുടിവെള്ള പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം നടത്തി. തളിക്കുളം പുളിയംതുരുത്ത് കലാഞ്ഞി പ്രദേശത്തെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകുന്നു. മിനി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഡ്രോട്ടുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ പ്രയാസവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കാനുള്ള സംഖ്യയെക്കുറിച്ചുള്ള ഉത്തരവ് സാധാരണ ഉള്ളതിൽ നിന്ന് നേരത്തെ തന്നെ പുറത്തിറക്കി കഴിഞ്ഞു. ഏപ്രിൽ അതല്ല 3-ാം മാസം മാർച്ച് 31-ാം തീയതി വരെ ഗ്രാമപഞ്ചായത്തുകൾക്ക് തനത് ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപയും മെയ് 31 വരെ 12 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തുകൾക്കും പിന്നെ 12 ലക്ഷം രൂപ മുതൽ 17 ലക്ഷം രൂപ വരെ മുനിസിപ്പാലിറ്റികൾക്കും 17 ലക്ഷം രൂപ മുതൽ 22 ലക്ഷം രൂപ വരെ കോർപ്പറേഷനുകൾക്കും ചെലവഴിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഉത്തരവ് നേരത്തെ തന്നെ സർക്കാരിന് പുറത്തിറക്കേണ്ടി വന്നു. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, തളിക്കുളം A TJ ജോൺസി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM മെഹബൂബ്, ബുഷ്ര അബ്ദുൽ നാസർ, MK ബാബു, ത്രിതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. വർഷങ്ങളായി പഞ്ചായത്തിലെ 4-5 കായലോര വാർഡുകളിലെ ജനങ്ങൾ വാട്ടർ അതോറിറ്റി ശുദ്ധജലമാണ് ആശ്രയിച്ചിരുന്നത്. തുടർന്ന് പുതുകുളത്തെ കിണർ ഉപയോഗപ്പെടുത്തി ശുദ്ധജലം നൽകാൻ പഞ്ചായത്ത് തീരുമാനിക്കുകയായിരുന്നു. സർക്കാരിന്റെ വരൾച്ച ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപയും പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 51 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 9 ലക്ഷവും നഗരസഞ്ചയ ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പൈപ്പ് സ്ഥാപിച്ച് ശുദ്ധജലം എത്തിക്കുന്നതിന് ഏതാണ്ട് 1 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചത്. മോട്ടോർ ഷെഡ് നിർമ്മിച്ച് പമ്പ് സെറ്റ് സ്ഥാപിച്ച് വെള്ളം നേരിട്ട് പമ്പ് ചെയ്യാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും പ്രവർത്തനം പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കി ഓവർ ഹെഡ് ടാങ്ക് നിർമ്മിച്ച് വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനം സജ്ജമാക്കി. പ്രസിദ്ധമായ പെരുകോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ ഉത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. വിശേഷാൽ പൂജകൾ, ശീവലി എഴുന്നള്ളിപ്പ്, കലശാഭിഷേകം എന്നിവ നടക്കും. ഉച്ചതിരിഞ്ഞ് പകൽപൂരം, ആൽത്തറമേളം എന്നിവ നടക്കും. ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശത്തിന്റെ തൃക്കടവൂർ ശിവരാജു തിടമ്പേറ്റും. വടക്കുമുറി, കിഴക്കുമുറി, ചാഴൂർ കുറുമ്പിലാവ്, കിഴുപ്പള്ളിക്കര ദേശത്തു നിന്നുള്ള പൂരങ്ങളും കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിചേരും. ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി ഉത്സവത്തിന്റെ വിജയത്തിന് ഭക്തജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായ ശ്രീനാരായണ സോമശേഖര ക്ഷേത്രത്തിലെ 105ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം ആരംഭം കുറിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ദിവസമായ ഭഗവാന്റെ പ്രതിഷ്ഠാദിനം മാർച്ച് 1 അന്ന് നടക്കുന്ന ഭഗവാന്റെ തിരുവെഴുന്നള്ളത്തിന് ഈ നാട്ടിലുള്ള എല്ലാ സോമശേഖര ഭക്തന്മാരെയും ഈ പുണ്യഭൂമിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെയും സോമശേഖര ഭഗവാന്റെയും അഭൗമമായ കാരുണ്യവർഷം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ കിട്ടിയ ഈ പുണ്യ മുഹൂർത്തം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ കാരുണ്യം മഴ പെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെറുപ്പിനെതിരെ ടി.എൻ. പ്രതാപൻ MP നയിക്കുന്ന സ്നേഹ സന്ദേശ യാത്ര മണലൂർ ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ പഞ്ചായത്തിലെ ഏനാമാക്കലിൽ സമാപിച്ചു. അരിമ്പൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥ അരിമ്പൂർ, മണലൂർ പഞ്ചായത്തുകളിലെ പര്യടനം പൂർത്തിയാക്കി രാത്രി വാടനപ്പള്ളി സെന്ററിൽ സമാപിച്ചു. ഭരണാധികാരികളാണെന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഓർക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമായതുകൊണ്ടും ഇന്ത്യയിലെ എല്ലാവരും എല്ലാ മതവിശ്വാസികളും മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നവരായതുകൊണ്ടും ഒരു മതത്തെ തകർത്തും ഒരു മതത്തെ ഇല്ലാതാക്കിയും ഒരു മതത്തിന്റെ ദൈവവിശ്വാസത്തെ വെല്ലുവിളിച്ചും
മറ്റൊരു മതത്തിന്റെ ആരാധനാലയങ്ങൾ ഇടിച്ച് തകർത്തും മറ്റു സ്വന്തം മതം പ്രചരിപ്പിക്കുന്ന രാജ്യമല്ല ഇന്ത്യ എന്നുള്ളത് കൊണ്ടാണ് 2022-24 സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് തളിക്കുളം GVHSS ഗ്രൗണ്ടിൽ നടന്നു. തൃശൂർ റൂറൽ പരിധിയിൽപ്പെട്ട GVHSS വലപ്പാട്, GVHSS തളിക്കുളം, നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഏങ്ങണ്ടിയൂർ എന്നീ 3 വിദ്യാലയങ്ങളിൽ നിന്നായി 132 കേഡറ്റുകൾ അണിനിരന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത, വൈസ് പ്രസിഡന്റ് PK അനന്ത ടീച്ചർ, വലപ്പാട് SA സലീം K എന്നിവർ സംസാരിച്ചു. പരേഡ് കമാൻഡർ അൽ നാസിം നാസർ, സെക്കൻഡ് കമാൻഡർ അഫ്സാന KS എന്നിവർ നയിച്ച പരേഡിന് താളമേകിയത് മിജുൽ എബിയായിരുന്നു. ആതിര VP, ഫിദ ഫാത്തിമ, അഞ്ജലി എന്നീ കേഡറ്റുകൾ പതാകകൾ ഏന്തി. ദേശീയ പതാകയെ സാക്ഷി നിർത്തി കേഡറ്റുകൾ സത്യപ്രതിജ്ഞ ചെയ്തു. മികച്ച കേഡറ്റുകൾക്ക് ഉപഹാരങ്ങൾ നൽകി. രക്ഷിതാക്കൾ, അധ്യാപകർ, ജൂനിയർ കേഡറ്റുകൾ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ, CPO അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു. കുട്ടി പോലീസ് എന്ന് പറയുന്ന സ്കൂൾ പോലീസ് എന്ന മഹത്തായ ഒരു സേവനത്തിന് അതിന്റെ പരിശീലനവും പൂർത്തീകരിച്ചുകൊണ്ട് ഈ നാടിന്റെ സംരക്ഷകരായി മാറുന്നതിന് വേണ്ടി ഈ ചെറുപ്രായത്തിൽ നാം ഉയർത്തിയ അല്ലെങ്കിൽ SPG ഉയർത്തിയ മുദ്രാവാക്യം, ആ ലക്ഷ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് നാടിന്റെ ഉൾക്കാമ്പായി പ്രവർത്തിക്കാൻ, നാടിന്റെ ഏത് പ്രയാസഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും ഈ നാടിനോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളുടെ പങ്ക് നിർവഹിക്കാൻ ഇന്ന് പൂർത്തീകരിച്ച കേഡറ്റുമാർ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. കുറുമ്പിലാവ് ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിട നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പല സ്ഥലങ്ങളിലും പല MLAമാരും അതുപോലെ ബന്ധങ്ങളുടെ പ്രഖ്യാപനം നടത്തും. പ്രഖ്യാപനം നടത്തി പോവുകയാണ്, പിന്നെ അതൊന്നും നടക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് നമുക്കതിന് പ്രഖ്യാപനമൊന്നും വേണ്ട, ഉള്ളത് കൃത്യമായ സമയത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ എത്തിക്കുക എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് ചേട്ടൻ പറയേണ്ടായി. നമ്മുടെ സർക്കാരിൻ്റെ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ ചാടൂർ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ചില വിഷയങ്ങൾ മാത്രമേ, ഇനിയും ചില വിഷയങ്ങൾ നമ്മുടെ ഉണ്ട്. സബ് സെൻ്റർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസൊക്കെ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ വന്ന വികസനങ്ങളാണ്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിജി പദ്ധതി വിശദീകരിച്ചു. ഹെഡ്മിസ്ട്രസ് NH ജായിസ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PS നജീബ്, വാർഡ് മെമ്പർമാരായ PK ഇബ്രാഹിം, ജനപ്രതിനിധികളായ രമ്യ ഗോപിനാഥ്, ഷീബ ഫ്രാൻസിസ്, ഗിരിജൻ പൈനാട്ട്, TV പുഷ്പ, ഷീമാഞ്ജനി, ചേർപ്പ് AO MV സുനിൽകുമാർ, BPC ഡോക്ടർ K ഉമാദേവി, അധ്യാപിക PJ ജോഫി ടീച്ചർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ 112 വർഷം പഴക്കമുള്ള സർക്കാർ LP സ്കൂളിന് പുതിയ കെട്ടിടമെന്ന ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇതിലൂടെ സഫലമാകുന്നത്. മണലൂർ സ്നേഹാരാം സ്കൂളിന് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത സ്കൂൾ ബസിന്റെ വെഞ്ചരിപ്പും താക്കോൽദാന ചടങ്ങും നടന്നു. സ്കൂൾ അങ്കണത്തിൽ ബസിന്റെ വെഞ്ചരിപ്പ് മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളി വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ നടത്തി. ജോളി ആലുക്കാസ് താക്കോൽദാനം നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. മരിയ പ്രൊവിൻഷ്യൻ സുപ്പീരിയർ മദർ വെൻമ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ വെല്ലാർമീൻ, വാർഡ് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ജോയ് ആലുക്കാസ് ചീഫ് കോർഡിനേറ്റർ PC ജോസ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജോർജ്, വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ PTA പ്രസിഡന്റ് TL ആന്റണി, സ്കൂൾ ഫിനാൻസ് ചെയർമാൻ അനിലൻ മാക്കോത്ത്, MPTA പ്രസിഡന്റ് അമ്പിളി മോഹനൻ, സ്കൂൾ PTA പ്രസിഡന്റ് TR ജോയ്, സ്കൂൾ പ്രധാനാധ്യാപിക മരിയ പ്രകാശ് എന്നിവർ സംസാരിച്ചു. അവരുടെ ഒരു പുതുവർഷ സമ്മാനമായിട്ട് ഈ വാഹനത്തിന് ഇവിടേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഞാൻ ചുമ്മാ നെറ്റിൽ കൂടെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ജോയ് ആലുക്കാസിന്റെ അവരുടെ സ്ലോഗൻ തന്നെ കിടക്കുന്നത് ജോയ് ഫോർ എയർ. അതായത് ജോയ് എന്ന് പറയുന്നത് ഭൂമിയിലെ സന്തോഷത്തിന് വേണ്ടിയിട്ട്,
സന്തോഷത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം CSR ഇനിഷ്യേറ്റീവായിട്ട്, അതായത് ദാനധർമ്മത്തിന് വേണ്ടിയിട്ട് അവരെ വിനിയോഗിക്കുന്നു. അത് വിനിയോഗിക്കുന്നത് ഏതൊക്കെ മേഖലയിലേക്കാണോ പോകേണ്ടത് ആ മേഖലയിലൊക്കെ അവരത് വിനിയോഗിക്കുന്നു. അതായത് കോവിഡ് വന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യ മേഖലയിലെ പ്രളയമുണ്ടായ സമയത്ത്, ഇതിലൊക്കെ അതായത് ഒരു ജനത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് വ്യക്തി രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ മറ്റേതിനൊക്കെ അതീതമായിട്ട് ഏറ്റവും നല്ല ഇനീഷ്യേറ്റീവായിട്ട്, അതായത് പെരുങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാനാധ്യാപിക ജെസി EA, സീനിയർ അസിസ്റ്റന്റ് ഇന്ദിര V എന്നിവർ പങ്കെടുത്തു. PTA വൈസ് പ്രസിഡന്റ് സുനിത ജയരാജ് ആശംസകൾ അർപ്പിച്ചു. പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന രീതിയിലുള്ള വാക്കുകളാണ് മാഷുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ പെരുങ്ങോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഒരു കോളേജ് ക്യാമ്പസിന്റെ ഒരു അന്തരീക്ഷം നമുക്കിവിടെയുണ്ട്. നല്ല കെട്ടിടങ്ങൾ, ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങൾ. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു, ഒരു ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഇത്ര ഈ 3 നില കെട്ടിടവും അതിൻ്റെ അനുബന്ധ സൗകര്യങ്ങളും, മനോഹരമായ ഉള്ളിലെ ഫർണിച്ചർ അടക്കമുള്ള സൗകര്യങ്ങൾ, ടോയ്ലറ്റ്, അനുബന്ധമായിട്ടുള്ള ടോയ്ലറ്റ്, അതുകൂടാതെയാണ് നമുക്ക് അധികമായിട്ടൊരു ടോയ്ലറ്റ് ബ്ലോക്ക് 15 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നിർമ്മിച്ചത്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ ടൈൽസ് വിരിച്ച ഭാഗവും, അതുപോലെ തന്നെ നമുക്ക് സ്കൂളിന് ഫീസിബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫയർ എക്സൈറ്റിംഗ് സ്റ്റെയർ കേസ് വേണമെന്ന് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് 10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അത് നമ്മൾ നിർമ്മിച്ചത്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വരുമ്പോൾ, നമുക്കറിയാം ഈ സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വരുന്ന ഒരു ബന്ധമല്ല ഉള്ളത്. താന്യം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി 2000 വരുമ്പോൾ വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബും ഒലീവ് ഹെൽത്ത് കെയർ പോളി ക്ലിനിക്കുമായി സഹകരിച്ച് വാടാനപ്പള്ളി ഈസ്റ്റ് ലോവർ പ്രൈമറി സ്കൂളിൽ നേത്രപരിശോധന ക്യാമ്പും സൗജന്യ രക്തപരിശോധന ക്യാമ്പും നടത്തി. ക്യാമ്പ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KP പ്രവീൺജിത്ത് ഉദ്ഘാടനം ചെയ്തു. സോൺ ചെയർപേഴ്സൺ AC മദനകുമാർ, ട്രഷറർ KS സിൻകുമാർ, പ്രധാനാധ്യാപിക TR വിദ്യ, അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ, ഒലീവ് ഹെൽത്ത് കെയർ MD-മാരായ അരൂപ്, കൃജിത്ത് എന്നിവർ സംസാരിച്ചു. CS ദേവരാജ്, മോഹൻ റോയ്, KS അനന്തശേനൻ, KB സലീം, KS സുഷിൽ കുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷ തൈകളും ചടങ്ങിൽ വിതരണം ചെയ്തു. വളരെയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും നമ്മൾ സന്നദ്ധരാണ്. പഠന മികവിന് ഇന്നവേറ്റീവ് സ്കൂൾ അവാർഡ് ലഭിച്ച വലപ്പാട് GTM LP സ്കൂളിന് മാർച്ച് 5-ന് PTA ഒരുക്കുന്ന അനുമോദന സദസ്സിന്റെയും സ്കൂൾ വാർഷികത്തിന്റെയും ബ്രോഷർ പ്രകാശനം നടന്നു. വലപ്പാട് സബ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സീനിയർ സൂപ്രണ്ടും കലാകാരനുമായ പ്രേംജി പ്രകാശനം നിർവഹിച്ചു. സ്കൂൾ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ RR സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ CK ബിജോയ്, സീനിയർ അസിസ്റ്റന്റ് CB സുബിത എന്നിവർ സംസാരിച്ചു. വേനലിൽ ദാഹജലത്തിനായി അലയുന്ന പറവകൾക്ക് വിദ്യാർത്ഥി വസതികളിലും പൊതു ഇടങ്ങളിലും നീർക്കുടങ്ങൾ സ്ഥാപിക്കുക എന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും സീനിയർ സൂപ്രണ്ട് നിർവഹിച്ചു. അപ്പോൾ ആ പരിപാടിയിൽ ഈ പറയുന്ന നിങ്ങളെല്ലാവരും, കുട്ടികളായ നിങ്ങളെല്ലാവരും പങ്കെടുത്ത് വീട്ടിലെ അച്ഛനമ്മമാരോടൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ വരുത്തി നല്ലൊരു അടിപൊളി പരിപാടിയാണ്. വാർഷികം എന്ന് പറയുമ്പോൾ ഈ വർഷം ഇവിടെ റിട്ടയർമെൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പാട്ട് പാടൽ, പിന്നെ ഡാൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ചെയ്യില്ലേ? ആനുവൽ ഡേ ആയിട്ട് നിങ്ങളെല്ലാവരും പങ്കെടുക്കില്ലേ? അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക. പിന്നെ മാഷ് പറഞ്ഞ പോലെ ഇപ്പോൾ ചൂട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തണലത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വെയിലത്ത് ഈ പറയുന്ന പോലെ പക്ഷികളുടെ കാര്യം അറിഞ്ഞൂടെ? ഒക്കെ വെയിലൊക്കെ കൊണ്ട്, പക്ഷികളുടെ കാര്യം മാത്രമല്ല, നമുക്കറിയാലോ വഴിയോരത്തൊക്കെ നിൽക്കുന്ന നായകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്കൊന്നും ഈ പറയുന്ന പോലെ വെള്ളമോ ഭക്ഷണമോ ഒന്നും അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിലൊക്കെ അവർക്കൊക്കെ വേണ്ടി വെള്ളമോ ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കണം. ഇടവേള.
അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിന്റെ 124ാമത് വാർഷികവും PTA ദിനവും നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ബാലനടൻ മാസ്റ്റർ ഡാവിഞ്ചി സന്തോഷ് മുഖ്യാതിഥിയായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ സമ്മാന വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് എൻഡോമെന്റ് വിതരണം നടത്തി. വാർഡംഗം അനിത ശശി കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു. പ്രധാനാധ്യാപിക PV ഷൈനി, PTA പ്രസിഡന്റ് CSC ശിരൺ എന്നിവർ ആമുഖപ്രസംഗങ്ങൾ നടത്തി. സ്റ്റാഫ് സെക്രട്ടറി AV ഭീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. PS സുജിത്, ശരണ KA, മേനഖ മധു, ഷെഫീർ PA, CK കൃഷ്ണകുമാർ, ജ്യോതി രാമൻ, KK പ്രദീപ് കുമാർ, മിനി ചന്ദ്രൻ, മിനി ആൻഡു, രഞ്ജിത് കുമാർ TP, ലീന മനോജ്, മിൽന സ്മിത്ത്, ശാന്ത സോളമൻ, സജിത സുരേഷ്, ബിജു, ഡോക്ടർ ഉമാദേവി, ജോസ് വള്ളൂർ, ദിവ്യാനന്ദൻ ചാലിയത്ത്, ഭാവന സുകേഷ്, നവനീത്, ലൈനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അധ്വാനവുമായി ബന്ധപ്പെട്ട നികുതി പണത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാനൊക്കെ ഇതിന് നിമിത്തമായി വന്നു എന്ന് മാത്രമാണ്. നമുക്ക് സർക്കാർ അനുവദിക്കുന്ന ചില നടപടികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില മേഖലകളിൽ സർക്കാർ നൽകുന്ന ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. നമ്മുടെ ഈ വർഷമായി നിങ്ങൾക്ക് ഞാൻ 1 കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചു. ഇത് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഹരിതകർമ്മസേനകളുടെ പ്രവർത്തനം നാട്ടിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ വലിയ പങ്കുവഹിച്ചതായി വിലയിരുത്തൽ. മുൻകാലങ്ങളിൽ വീട്ടമ്മമാർ അവരവരുടെ വീടുകളിലെ ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതോടുകൂടി പ്ലാസ്റ്റിക്കുകളും അതിനോടൊപ്പം കത്തിക്കുകയായിരുന്നു പതിവ്. ഇത്തരം അനധികൃതമായ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു. കൂടാതെ അയൽവാസികൾ തമ്മിലുള്ള നിരവധി തർക്കങ്ങൾക്കും പോലീസ് കേസുകൾക്കും പ്ലാസ്റ്റിക് കത്തിക്കലുകൾ കാരണമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ഹരിതകർമ്മസേനകൾ രൂപീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഉൾഗ്രാമങ്ങളിലും പടർന്നെത്തുകയും ചെയ്തതോടെയാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ശാസ്ത്രീയമായി സാധ്യമായതെന്ന് മണ്ണൂർ പഞ്ചായത്തിലെ 14ാം വാർഡിലെ വീട്ടമ്മയായ രജനി സന്തോഷ് പറയുന്നു. എല്ലാ മാസവും ഒരു കറക്റ്റായിട്ട് ചാക്ക് എടുക്കാൻ വരാറുണ്ട്.
എല്ലാ പ്ലാസ്റ്റിക് സാധനങ്ങളും കുപ്പികളടക്കം എല്ലാ സാധനങ്ങളും ഇവർ കൊണ്ടുപോകാറുണ്ട്. അവർ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലില്ലെങ്കിൽ പിന്നത്തെ മാസം നമുക്ക് ആ ഒരു ചാക്കും കൂടി 2 ചാക്ക് വീതമൊക്കെ കയറ്റി അവർ കൊണ്ടുപോകാറുണ്ട്. ഈ പാട്ടക്കുപ്പിക്കാർക്ക് കൊടുക്കണ കുഞ്ഞു കുഞ്ഞു കുപ്പികൾ പോലും മരുന്നും കുപ്പികൾ പോലും അവർ എടുക്കാറില്ല. ഇവർ സകല കുപ്പികളും എടുത്തുകൊണ്ട് പോകാറുണ്ട്. പിന്നെ കുപ്പികളും ചില്ലുകുപ്പികൾ, ചെരുപ്പ്, ബാഗ്, സകല സാധനങ്ങളും കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇവർ. അത് നമുക്കൊരു ഉപകാരമാണ്. തുടക്കത്തിൽ ഹരിതകർമ്മസേനകളോട് പല വീട്ടുകാരും മുഖം തിരിഞ്ഞു നിന്നിരുന്നു. മാസം 50 രൂപ അനാവശ്യമായി കൊടുക്കുന്നു എന്ന വാദമുയർത്തിയാണ് വീട്ടുകാർ പലരും ഇതിൽ നിന്ന് വിട്ടുനിന്നത്. പിന്നീട് സംസ്ഥാന സർക്കാർ ഇടപെടുകയും യൂസർ ഫീ നിർബന്ധമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തതോടെ ഭൂരിഭാഗം വീട്ടുകാരും ഹരിതകർമ്മസേനയോട് സഹകരിച്ചു തുടങ്ങി. തുടക്കത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് വളരെ തുച്ഛമായ വേതനമാണ് ലഭിച്ചിരുന്നത്. ഏകദേശം ഒരാൾക്ക് മാസം 1000 രൂപ പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു തുടക്കം. പിന്നീട് ഘട്ടം ഘട്ടമായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പഞ്ചായത്ത് ഭരണസമിതികളുടെ ഇടപെടലുകൾ കൂടി വന്നതോടെ ഒരു ഹരിതകർമ്മസേനാംഗത്തിന് മാസം 10,000 രൂപയോളം ലഭിക്കുന്നതായി മണ്ണൂരിലെ ഹരിതകർമ്മസേനാംഗങ്ങളായ PC കമലയും ജിഷ ദിനേശും പറയുന്നു. വടനപ്പള്ളി ബീച്ച് അമ്പലക്കടവ് കുറുക്കംപരിയ പ്രാപ്പൻ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം ബുധനാഴ്ച ആഘോഷിച്ചു. ഉത്സവത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, മുത്തപ്പൻ കളം, സന്ധ്യയ്ക്ക് ദീപാരാധന, കലാസന്ധ്യ, വലപ്പാട് ബീച്ച് ഓംകാരം, നാടൻപാട്ട് തിരുവാതിരക്കളി സംഘത്തിന്റെ ടീം ചിലങ്ക എങ്ങട്ടൂരിന്റെയും തിരുവാതിരക്കളി, കൈക്കൊട്ടിക്കളി എന്നിവയും വിഷ്ണുമായയ്ക്കും കരിങ്കുട്ടിക്കും കളങ്ങൾ എന്നിവയും നടന്നു. ഉത്സവ ദിവസമായ ബുധനാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ശീവേലി, ഉച്ചയ്ക്ക് അന്നദാനം, തുടർന്ന് ദേവിക്ക് കളം എന്നിവയും നടന്നു. ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പ് നടത്തി. ഗജരാജൻ ചെമ്പൂക്കാവ് കൈലാസനാഥ് കോലം വഹിച്ചു. സന്ധ്യയ്ക്ക് ദീപാരാധന, തുടർന്ന് താലപ്പൊലിയോട് കൂടിയ എഴുന്നള്ളിപ്പ്, വർണ്ണമഴ എന്നിവയും നടന്നു. ദേവിക്ക് രൂപക്കളം, ഗുരുതി എന്നിവയുടെ ചടങ്ങുകൾ സമാപിച്ചു. പൂജാ ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി ദിലീപ് കാർമ്മികത്വം വഹിച്ചു. മതിലകത്ത് അംഗനവാടിക്ക് സമീപം ജനവാസ സ്ഥലത്ത് തീയിട്ടത് അപകട ഭീഷണി ഉളവാക്കി. നാട്ടുകാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലമാണ് തീ കൂടുതൽ സ്ഥലത്തേക്ക് പടരാതിരിക്കാൻ കാരണമായത്. മതിലകം കൂലിമുട്ടത്തായിരുന്നു സംഭവം. 60-ാം നമ്പർ അംഗനവാടിക്ക് പിറകുവശത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിലായിരുന്നു തീയിട്ടത്. ഇവിടെ മരങ്ങൾ മുറിച്ചതിന്റെ അവശിഷ്ടങ്ങളും മറ്റു പാഴ്വസ്തു സാമഗ്രികളുമായിരുന്നു തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ തീ പെട്ടെന്ന് ആളിപ്പടരുകയായിരുന്നു. ജനവാസ മേഖലയിലും പൊതുവിടങ്ങളിൽ പകൽ സമയങ്ങൾ തീയിടുക പതിവില്ലാത്തതുമാണ്. എന്നിട്ടും ഉച്ചയ്ക്ക് 2 മണിയോടെയിട്ട തീയാണ് പ്രദേശത്ത് ഭീതി ജനിപ്പിക്കുന്ന വിധം ആളിക്കത്തുകയും പടർന്നു പിടിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ നാട്ടുകാരും പരിസരവാസികളും ചേർന്ന് സമീപത്തെ കിണർ ജലം മോട്ടോർ ഉപയോഗിച്ചടിച്ച് ഒഴിച്ചാണ് തീ പടരുന്നത് ഒഴിവാക്കിയത്. അതല്ലെങ്കിൽ സമീപത്തെ അംഗനവാടി കെട്ടിടത്തിലേക്ക് വരെ പടർന്ന് പിടിച്ച് കൂടുതൽ അപകടത്തിന് കാരണമാകുമായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. പെരിഞ്ഞനം വെസ്റ്റ് കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം കൊടികയറി. പ്രസന്നൻ അടികൾ, മുത്തുശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. നാഗങ്ങൾക്ക് കളം, ഗാനമേള എന്നിവയാണ് പ്രധാന പരിപാടികൾ. നാട്ടിക ശ്രീനാരായണ കോളേജ് PTA മെറിറ്റ് ഡേ നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുബിൻ അധ്യക്ഷനായി. RDC കൺവീനർ PK പ്രസന്നൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. PTA ജോയിന്റ് സെക്രട്ടറി ദിവാസ് ആലക്കൽ, IQAC കോർഡിനേറ്റർ ഡോക്ടർ KK ശങ്കരൻ, ഇംഗ്ലീഷ് HOD ഡോക്ടർ PS ജയ, അലുമിനി അസോസിയേഷൻ ഗിലാൽ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ PM മന്യ, PTA സെക്രട്ടറി NS ശ്രീജി, PTA വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു.
ഷാപ്പ് കളി ഒപ്പം ഇടയ്ക്ക് അതൊന്ന് മുറിച്ചു കൂട്ടാൻ വേണ്ടി വെറുതെ കളിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി സെൽഫിയൊക്കെ എടുത്ത് വളരെ മനോഹരമായിട്ട് അത് എത്ര ലൈക്ക് കിട്ടി എന്നുള്ളതൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാട്ടിലെ ശ്രീനാരായണ കോളേജിലെ വീട്ടിൽ നടക്കുന്നത്. അവരവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് പരനും അപരനും പരൻ എന്ന ഒരു വാക്കുണ്ട്. ഇത് സ്വന്തം രക്ഷിതാക്കളോട് കാണിച്ചാൽ മതി. ഇന്നത്തെ തലമുറ മറ്റുള്ള നാട്ടുകാരോടൊന്നും കാണിക്കുന്നില്ല. അച്ഛനമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എൻ്റെ കോളേജിലേക്ക് ഒന്ന് വരണം, എൻ്റെ കൂട്ടുകാരെ കാണണം, എൻ്റെ വലപ്പാട് കോഴിശ്ശേരി ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ നട തുറക്കലിനോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടന്നു. രാവിലെ നട തുറക്കൽ, മഹാഗണപതി ഹവനം, ഉഷപൂജ, വിശേഷാൽ പൂജകൾക്ക് ശേഷം പൊങ്കാലയിടൽ, പൊങ്കാല സമർപ്പണം, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി ശ്രീരാജ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് കെ അർജുനൻ, സെക്രട്ടറി KU ഗിരീഷ്, ട്രഷറർ KS രാജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിൽ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് നന്ദു ജോൺ ക്ലാസ് എടുത്തു. പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ആദ്യത്തെ സ്ഥലം നമുക്ക് നോക്കാം. ഏത് വീട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്തെ പാടുന്നത് വീട് നമുക്ക് നോക്കണം. വീട് എന്ന വാക്കിന് ശബ്ദധാരാവലി അർത്ഥം പറയുന്നത് വിട്ടുപോകേണ്ട ഇടം. വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. വീട് എന്ന വാക്കിന്റെ അർത്ഥം വിട്ടുപോകേണ്ട ഇടം. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് കഴിഞ്ഞാൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളം പഞ്ചായത്തിൽ 4-5 വാർഡുകളിലെ കുടിവെള്ള പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം. TN പ്രതാപൻ നയിക്കുന്ന സ്നേഹ സന്ദേശ യാത്ര മണലൂർ ബ്ലോക്കിൽ 5 പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. പുത്തൻപിടിക ഗവൺമെന്റ് LP സ്കൂൾ 124ാമത് വാർഷികവും PTA ദിനവും. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.